ഗീതാമ്മ KK എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 18,000 രൂപ അത്താഴം വഴിപാട് ചെയ്യാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഈ വഴിപാട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരൂ. ഒപ്പം തന്നെ ഈ ഒരു വഴിപാടും സ്വയംവരം കൃഷ്ണനാട്ടും ഒരുമിച്ച് ഒരേ ദിവസം നടത്താനായിട്ട് സാധിക്കുമോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് പറയാം. ആദ്യം അത്താഴം വഴിപാടിനെ കുറിച്ച് പറയാം. ഭഗവാനെ ഗുരുവായൂരപ്പൻ എല്ലാ ദിവസവും എല്ലാ ഭക്തർക്കും ഭക്ഷണം നൽകുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നുണ്ട്, ഉച്ചയ്ക്ക് പ്രസാദമൂട്ടുണ്ട്, രാത്രിയിലും ഭക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സമയത്തെയും ഭക്ഷണം നൽകുന്നതുണ്ടല്ലോ, ഇത് ഭക്തർക്കും വഴിപാടായിട്ട് ഷീട്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഉപ്പുമാവ്, ചട്നി, അതുപോലെ തന്നെ ഇഡലി, സാമ്പാർ, ഇതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. അത് ഒരു ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമായിട്ട് ഷീട്ടാക്കണമെങ്കിൽ 35,000 രൂപയാണ് വരുന്നത് കേട്ടോ. 35,000 രൂപയാണ് അതിന് അടയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ ഉച്ചത്തെ പ്രസാദൂട്ട്, അതിപ്പോൾ രസവും കാളനായിട്ടായിരിക്കും, അല്ലെങ്കിൽ സാമ്പാറും മോരും ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് വഴിപാടായിട്ട് ഒരു ദിവസത്തേക്ക്, അതായത് ഉച്ചത്തെ ഭക്ഷണത്തിന് മാത്രമായിട്ട് വഴിപാടായിട്ട് ചെയ്യണമെങ്കിൽ അതിന് 2 ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ രാത്രിയിലുണ്ട് ഭഗവാൻ ഭക്ഷണം നൽകുന്നുണ്ട്. അതിനായിട്ട് രാത്രിയിലെ അത്താഴം, അതിന് വേണ്ടിയിട്ട് 25,000 രൂപയാണ് അടയ്ക്കേണ്ടത് കേട്ടോ. അത് ഒരു ദിവസം ഒരു നേരത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ഓരോ നേരത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസത്തെ മുഴുവനായിട്ടുള്ള ഭക്ഷണവും ഇതേപോലെ തന്നെ വഴിപാടായിട്ട് ഭക്തർക്ക് സമർപ്പിക്കാം. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ പ്രസാദൂട്ടും രാത്രിയിലത്തെ അത്താഴം ഒരുമിച്ച് ഒരാൾക്ക് ഒരു ദിവസത്തെ സമർപ്പിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് 2,60,000 രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ തുകകളൊക്കെ വരുന്നത് കേട്ടോ. പക്ഷെ ഗീതാമ്മ പറഞ്ഞിരിക്കുന്നത് 18,000 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന്. അത് അത്താഴത്തിന്. യഥാർത്ഥത്തിൽ അത്താഴം ഒരാൾക്ക് ഒരു നേരത്തെ നൽകണമെങ്കിൽ 25,000 രൂപയാണ് വരുന്നത്. അപ്പോൾ 18,000 അല്ല, 25,000 രൂപയാണ് അടയ്ക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്ന് വിചാരിച്ച് പ്രസാദ കൂട്ടിലേക്ക് എത്ര തുക വേണമെങ്കിലും ഭക്തർക്ക് അടയ്ക്കാം. അതായത് ഇത്ര തുക, നിശ്ചിത തുക എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് അടയ്ക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ ഓരോ സമയത്തെയും ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രകാരം തന്നെയാണ് തുക അടയ്ക്കേണ്ടത് കേട്ടോ. രാവിലെ 35,000, ഉച്ചയ്ക്ക് 2 ലക്ഷം, പിന്നെ രാത്രിയിലേക്ക് 25,000. അപ്പോൾ ഈ ഒരു വഴിപാടും അതേപോലെ തന്നെ സ്വയംവരം ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അത്താഴം ഇതുപോലെയുള്ള വഴിപാടുകളുണ്ടല്ലോ, ഇതൊക്കെ ആദ്യം അവിടെ പോയിട്ട് അന്വേഷിക്കണം. മുൻകൂട്ടി ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ ഈ പറഞ്ഞ തീയതികളിലേക്കെന്ന്, എന്നിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ കൃഷ്ണനാട്ടത്തിൻ്റെ ഇനി സെപ്റ്റംബറിലേ ഉണ്ടായിരിക്കുള്ളൂ. സെപ്റ്റംബറിലെ ഒക്ടോബറിലും ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 മാസങ്ങളിൽ ഏതാണോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള മാസം, അതിൽ സ്വയംവരം കൃഷ്ണനാട്ടം എന്നൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. ആ ദിവസങ്ങളിലെ ഈ പറഞ്ഞ അത്താഴം വഴിപാട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടുണ്ടോ, വേറെ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ആ ദിവസത്തെ അത്താഴം വഴിപാടും സ്വയംവരം കൃഷ്ണനാട്ടും ഒരുമിച്ച് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ.